ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളുകളായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് നോ ഗോൾഡ് വെഡിങ്. കല്യാണത്തിന് സ്വർണ്ണാഭരണങ്ങളൊന്നും ഇടാതെ, ഒരു കമ്മല് പോലും ഇടാതെ കല്യാണ പെണ്ണ് വരുന്നു, ഭയങ്കര ലക്ഷറി ബാക്ക്ഗ്രൗണ്ടിൽ കല്യാണം കഴിക്കുന്നു. അപ്പോൾ ഇതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ കുറെ കമന്റ്സും പോസ്റ്റുകളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? ശരിയാണ്, കല്യാണത്തിന് ഗോൾഡോ ചെറിയൊരു കമ്മലോ പോലും പെൺകുട്ടി ധരിക്കുന്നില്ല. പക്ഷേ കല്യാണത്തിന് മുടക്കുന്ന പൈസ 5 ഇരട്ടിയാണ്. ഇത് നമുക്ക് ചെറിയൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. അതിനായിട്ട് നമ്മൾ എടുക്കുന്ന വ്ളോഗർ പാത്തുനെയാണ്. ഈ ക്യാരക്ടറിനെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചു പോയവരോ ആയിട്ട് യാതൊരു ബന്ധമില്ല. ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണെന്ന് വിചാരിക്കും. വ്ളോഗർ പാത്തു എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ആക്റ്റീവായിട്ട് കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ്, ഭയങ്കര ഇൻഫ്ലുവൻസർ ആണ്, റീൽസ് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പാത്തുവിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്താലും അത് റീച്ച് ആവണം, ആളുകളിലേക്ക് എത്തണം, അതൊരു ട്രെൻഡ് ആവണം എന്നുള്ളൊരു ടിപ്പിക്കൽ വ്ളോഗർ മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോഴാണ് വ്ളോഗർ പാത്തു ഈ നോ ഗോൾഡ് വെഡിങ് ട്രെൻഡ് കാണുന്നത്. അപ്പം നോ ഗോൾഡ് വെഡിങ് എന്ന് പറയുമ്പോൾ പാത്തുവിന് നന്നായിട്ട് അറിയാം ഞാൻ ഗോൾഡ് ഇട്ടുകൊണ്ട് പോകുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാവരും ആഘോഷിക്കാനും ഇത് ഏറ്റെടുക്കാനും റീഷെയർ ചെയ്യാനും സ്റ്റോറി ആക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ ഡെക്കറേഷൻസും ചെയ്യണം. കല്യാണത്തിൽ തിരഞ്ഞെടുക്കുന്ന ഓഡിറ്റോറിയം അല്ലെങ്കിൽ വെന്യൂ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്ത് തന്നെ ആയാലും അതിനെല്ലാം അത്രത്തോളം തന്നെ പൈസ മുടക്കണം. അതുപോലെ തന്നെ പ്രൊഫഷണൽ ക്യാമറാമാൻ, വീഡിയോഗ്രാഫർ എല്ലാവരെയും അറേഞ്ച് ചെയ്യണം. ഇന്നത്തെ കാലത്ത് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഡിജിറ്റൽ കാര്യങ്ങൾക്കാണ് ആളുകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നതും. ഡിജിറ്റൽ അറ്റൻഷൻ കിട്ടുക, സോഷ്യൽ മീഡിയയിൽ ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സംഭവം. കല്യാണമൊക്കെ പോട്ടെ, ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ പോലും അത് 4 പേരെ അറിയിക്കുന്ന മോം ടു ബി ഷൂട്ട് നടത്തിയിട്ടാണ്. അപ്പൊ അതിനും കുറെ വീഡിയോഗ്രാഫേഴ്സിനെ ഇവരെല്ലാം വിളിച്ചുകൊണ്ട് വന്നിട്ട് നല്ല പൈസ മുടക്കി ഏതോ കൊമേഴ്ഷ്യൽ ഫിലിം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഷൂട്ടൊക്കെ നടത്തിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടാണ് അത് തന്നെ ആളുകളെ അറിയിക്കുന്നത്. മൊത്തം ഡിജിറ്റലായിട്ട് മാറി കഴിഞ്ഞു, എല്ലാം ഡിജിറ്റൽ ആയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ ആഘോഷിക്കുന്നത്, കാണുന്നത്. സോ അതുകൊണ്ട് നല്ലൊരു ക്യാമറമാൻ, വീഡിയോഗ്രാഫറൊക്കെ എന്തായാലും വേണം. റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് നിന്ന് തന്നെ തുടങ്ങാം. സേവ് ദ ഡേറ്റ്, 2 ബ്രൈഡ് ടു ബി, അത് കഴിഞ്ഞ് പിന്നെ ഹൽദി ഡേ, മഞ്ഞ കല്യാണം കഴിഞ്ഞ ഉടനെ പിന്നെ പച്ച കല്യാണം, നീല കല്യാണം, പൂൾ ഡേ, പഞ്ചാബി നൈറ്റ്, അറേബ്യൻ നൈറ്റ്, പിന്നെ മെഹന്തി ഡേ, അത് കഴിഞ്ഞ് അടുത്ത ദിവസം കല്യാണം. അപ്പൊ ഇങ്ങനെ കുറെ ഡേകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ഫംഗ്ഷനുകൾ ഇതെല്ലാം സിനിമാറ്റിക് സ്റ്റൈലിൽ തന്നെ നല്ല വീഡിയോഗ്രാഫർ, പ്രൊഫഷണൽ വീഡിയോഗ്രാഫറിനെ, ഫോട്ടോഗ്രാഫറിനെ വെച്ച് ഷൂട്ട് ചെയ്യണം. അപ്പൊ ഈ വർക്കിന്റെ ക്വാളിറ്റി, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നത് ബേസ് ചെയ്തിട്ട് ഇതിനെല്ലാം കൂടി ഒരു പാക്കേജ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 5 ലക്ഷം രൂപയ്ക്ക് തൊട്ട് അല്ലെങ്കിൽ അതിന് മേപ്പോട്ട് പോവാം. അവിടെ തന്നെ 5 ലക്ഷം തീർന്നെന്ന് മനസ്സിലാക്കുക. മേക്കപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് മാത്രം ഇന്ന് 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയൊക്കെ അതിന് മുകളിലോട്ടൊക്കെ ചിലവാക്കുന്നുണ്ട്. HD മേക്കപ്പ് എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. സ്പ്രേ പെയിന്റ് പോലെ ഇങ്ങനെ വെച്ച് സ്പ്രേ അടിക്കുന്ന പോലത്തെ പരിപാടിയൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ വെഡിങ് ഡ്രസ്. ഞാൻ ഈ മോളിൽ ലിസ്റ്റ് ഇട്ട് പറഞ്ഞ മുഴുവൻ ഏകദേശം 10ഓളം ഫംഗ്ഷനും ഡ്രസ് എടുക്കണം. അതിൽ സേവ് ദ ഡേറ്റിന് തന്നെ ചിലപ്പോൾ 2 or 3 കോസ്റ്റ്യൂംസ് ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള ഹൽദി ഡേ, പൂൾ ഡേ, പഞ്ചാബി നൈറ്റ്, അറേബ്യൻ നൈറ്റ്, മെഹന്തി, മെയിൻ കല്യാണം. അപ്പൊ ഈ ഒരു കല്യാണ മാരത്തോൺ കഴിയുമ്പോൾ ഏകദേശം ഒരു 2-3 ലക്ഷം രൂപ ഡ്രസ്സിന് വേണ്ടി മാത്രം മിനിമം പോകും. പിന്നെ ബന്ധുക്കൾ കൂടെ എടുത്തു കൊടുക്കുന്ന പരിപാടിയാണ്, പറയാൻ വേണ്ട. അടുത്ത പരിപാടിയാണ് വെഡിങ് വെന്യൂ അല്ലെങ്കിൽ ഓഡിറ്റോറിയം. പിന്നെ ആ ഓഡിറ്റോറിയത്തിന്റെയും വെഡിങ് വെന്യൂവിന്റെ ഡെക്കറേഷൻ. ഇത്രയും കോസ്റ്റ്ലി മേക്കപ്പും ഡ്രസ്സും ക്യാമറ ടീമും എല്ലാം എടുത്തിട്ട് നല്ല ഭംഗിയില്ലാത്ത അല്ലെങ്കിൽ ലോക്കൽ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ ഒരു സാധാരണ സ്ഥലത്ത് കൊണ്ട് എന്തായാലും കല്യാണം നടത്താൻ പറ്റില്ല. സംഭവം കാണുമ്പോൾ എല്ലാം റിച്ച് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രസ്സും മേക്കപ്പും ക്യാമറ എല്ലാം വേസ്റ്റ് ആണ്. സോ ഒരു ഗ്രാൻഡ് ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് വെന്യൂ തന്നെ ഇത് ബുക്ക് ചെയ്യും. അപ്പോൾ ആ ഓഡിറ്റോറിയത്തിന്റെ ചാർജും അതിന്റെ ഡെക്കറേഷനും എല്ലാം കൂടി ഒരു 3 മുതൽ 6 ലക്ഷം രൂപ വരെ അതിന് തന്നെ ചിലവാകും. അടുത്ത പരിപാടിയാണ് ഫുഡ് ആൻഡ് കേറ്ററിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഗ്രാൻഡ് ആയിട്ട് ചെയ്തിട്ടും ഫുഡ് മോശമായി തീർന്നില്ലേ? സോ ഫുഡും ഗ്രാൻഡ് ആണ്. ഫുഡ് ഐറ്റംസിൽ പല വിഭാഗങ്ങൾ ഉൾപ്പെടുത്തി പ്ലേറ്റിന് 1000 രൂപ റേഞ്ചിൽ 1500 പേർക്ക് ആകുമ്പോൾ തന്നെ 15 ലക്ഷം രൂപ അവിടെ ആയി. അപ്പൊ ഇത്രയും ഫുഡ് വേണോ, ബാക്കി വരില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി വന്നാൽ നമുക്ക് വേണമെങ്കിൽ കുഴിച്ചുകൂടാം. പക്ഷേ ഒരിക്കലും തികയാതെ വരരുത്, അത് നാണക്കേടാണ്. എൻട്രൻസിൽ തന്നെ പലതരം ഡ്രിങ്ക്സ്, ഐസ്ക്രീംസ്, ഡെസേർട്സ്, ജ്യൂസ്, പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ മെയിൻ ഡിഷായിട്ട് ചിലപ്പോൾ ബഫേക്കെ ആയിരിക്കും. അപ്പോൾ അതിന് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി അല്ലെങ്കിൽ മന്തി, പിന്നെ വെജ് മീൽസ്, ഇങ്ങനെയുള്ള ഒരുപാട് വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ഫീസ്റ്റ് തന്നെ ആയിരിക്കും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ 15 ലക്ഷം രൂപ അതിന് തന്നെ തീർന്നു. അപ്പോൾ ഇത്രയും ചെലവഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാത്തു പറയുന്ന ആകെ ഒരു കല്യാണം ഉള്ളത് നന്നായിട്ട് നടത്തണമെന്നാണ്. പിന്നെ ലക്ഷറി കാർ റെന്റ്. ഇപ്പം സാധാരണ ഒരു കാറിലൊന്നും വരാൻ പറ്റില്ല, ലക്ഷറി കാർ തന്നെ ബുക്ക് ചെയ്യണം. അപ്പോൾ ഒരു നല്ല മോഡൽ BMW അല്ലെങ്കിൽ മെർസിഡീസ് കാർ ഒക്കെ ആകുമ്പോൾ ഒരു 50,000 രൂപ തൊട്ട് മുകളിലേക്കാണ് വിത്ത് ഡ്രൈവർ റെന്റ് വരുന്നത്. അപ്പോൾ ഒരു 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ അതിന് തന്നെ ആയി. പിന്നെ മറ്റ് പ്രീ വെഡിങ് ഇന്റേണൽ എക്സ്പെൻസസ്, വീടിന് പെയിന്റ് അടിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതെല്ലാം സാറിന് ചെയ്യുന്നത് പോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു 2 ലക്ഷം രൂപ. പിന്നെ ഈ ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, ആളുകളെ ബസ്സിൽ സ്ഥലത്തേക്ക് കൊണ്ടുവരണ്ടേ. അപ്പോൾ ഒരു 2 വലിയ എയർ ബസ് ബുക്ക് ചെയ്യുമ്പോൾ അതിനെല്ലാം കൂടെ തന്നെ 1 ലക്ഷം രൂപ പിടിച്ചു. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ, ഹൽദിയുടെ, മറ്റേ കല്യാണം, മഞ്ഞ കല്യാണം, ഒരു 10 സംഭവം. അപ്പോൾ ഇതെല്ലാം കൂടെ നടത്താനും ഇതിനെല്ലാം ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാനും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊരു 4 ലക്ഷം രൂപ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഗ്രാൻഡ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മാത്രം 5 ലക്ഷം രൂപ, മേക്കപ്പ് 2 ലക്ഷം രൂപ, ഓഡിറ്റോറിയം ഡെക്കറേഷൻ കൂടെ 6 ലക്ഷം രൂപ, വെഡിങ് ലക്ഷറി കാർ 1 ലക്ഷം രൂപ, ബസ് ട്രാൻസ്പോർട്ട് എല്ലാം കൂടി 2 ലക്ഷം രൂപ, ഫുഡ് 15 ലക്ഷം രൂപ, പിന്നെ ഇൻവിറ്റേഷൻ കാർഡ് ഒരു 150 രൂപയുടെ കാർഡ് വെച്ച് 1500 പേർക്ക് അടിക്കുമ്പോൾ ഒരു 2,25,000 രൂപ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുകൊണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ മഞ്ഞ പച്ച ചുവപ്പ് കല്യാണത്തിന് എല്ലാം കൂടെ 4 ലക്ഷം രൂപ. അപ്പൊ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 44 ലക്ഷം രൂപ അല്ലെ ഒരു 45 ലക്ഷം രൂപ റൗണ്ടിൽ പിടിച്ചോ. പക്ഷേ പേര് സിമ്പിൾ കല്യാണമാണ്. 45 ലക്ഷം രൂപ വരുന്ന സിമ്പിൾ കല്യാണം. മറ്റേ തിളക്ക സിനിമയിൽ കൊച്ചിൻ ഹനീഫ പറയുന്ന പോലെ ഇത് പാൻസിന് തുണിയാകില്ലല്ലോ. പാൻസ് വേണ്ട, ട്രൗസർ മതി, 4 വരെ നീളമുള്ള ട്രൗസർ.
എന്ന് പറയുന്ന പോലെ എക്സ്പെൻസീവ് കല്യാണം ഒന്നും വേണ്ട, സിമ്പിൾ കല്യാണം മതി. ഒരു 45 ലക്ഷം രൂപ ചെലവ് വരുന്ന സിമ്പിൾ കല്യാണം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഗോൾഡ് എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് സ്ത്രീധനമായിട്ട് കൊടുത്തിരുന്നു ഒരു കാര്യമാണ്. പക്ഷെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. പല പെൺകുട്ടികളുടെയും വിവാഹം നടക്കുന്നില്ല, മറ്റു രീതിയിൽ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീധനത്തിന്റെ പേര് പീഡനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പല ആളുകളും ഗോൾഡ് കൊടുക്കുന്നത് ആ പെൺകുട്ടിയുടെ ഒരു ഷെയർ ആയിട്ടാണ്. അതായത് ഇപ്പോൾ അച്ഛന്റെ സ്വത്ത് ആൺകുട്ടിക്ക് ഷെയർ കൊടുക്കുന്ന പോലെ തന്നെ ഈക്വൽ ആയിട്ട് പെൺകുട്ടിക്കും കൊടുക്കണം. അല്ല പെണ്ണായി പോയെന്ന് പറഞ്ഞ് അച്ഛന്റെ സ്വത്തിൽ അവകാശം ഇല്ല എന്നുള്ളതല്ല. അപ്പോൾ അച്ഛന്റെ സ്വത്തിൽ ഈക്വൽ ആയിട്ട് ഷെയർ കൊടുക്കണം. ഇപ്പോൾ പല മാതാപിതാക്കളും ഒരു കല്യാണം കഴിയുമ്പോഴേ ആ ഷെയർ ഗോൾഡ് ആയിട്ട് കൊടുക്കുകയാണ്. അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ വേണ്ടി, നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒരു അസറ്റ് പോലെ ആണ് ഗോൾഡ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതങ്ങനെ ഗോൾഡായിട്ട് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവർക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് അവർക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ രണ്ടുപേർക്കും കൂടി ഒരു വീട് വാങ്ങണമെങ്കിൽ അതിൻ്റെ ഒരു 50% ഭർത്താവ് ഇടുമ്പോൾ ഭാര്യയ്ക്ക് അവരുടെ ഗോൾഡ് വെച്ച് 50% കോൺട്രിബ്യൂട്ട് ചെയ്യാം. പല ആളുകളും അങ്ങനെയൊക്കെയാണ് വീട് വെക്കുന്നതും വാങ്ങിക്കുന്നതൊക്കെ. അല്ലെങ്കിൽ നാളെ ഒരു ഫിനാൻഷ്യൽ അർജൻസി വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ബാക്കപ്പ് ആയിട്ടൊരു സേവിങ് നെറ്റായിട്ട് ഈ ഗോൾഡ് ആക്റ്റീവ് ആയിരുന്നു. മാത്രമല്ല ഗോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു അസറ്റാണ്, ഒരു അപ്രീഷിയേറ്റിംഗ് അസറ്റാണ്. എപ്പോഴും വില കൂടുകയുള്ളൂ. ഫ്യൂച്ചറിനെ കൂടുതൽ ഡെപ്റ്റ് പ്രൂഫ് ആക്കാനും എമർജൻസി ഫണ്ടായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സേഫ്റ്റി നെറ്റാണ് ഗോൾഡ് എന്ന് പറയുന്നത്. ഇന്ന് 22 ക്യാരറ്റ് 1 പവൻ ഗോൾഡിന് 8 ഗ്രാം സ്വർണ്ണത്തിന് ഇന്നത്തെ വില വെച്ച് ഏകദേശം 1,5760 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഈ കല്യാണത്തിന് ധൂർത്തടിച്ച് കളഞ്ഞ പോട്ടോ ഒരു 5 ലക്ഷം രൂപയിൽ കല്യാണം നടത്തി ബാക്കി ധൂർത്തടിച്ച് കളഞ്ഞ ഈ 40 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഏകദേശം അറൗണ്ട് ഒരു 38 പവൻ സ്വർണം വാങ്ങിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ 35 പവൻ സ്വർണം വാങ്ങിക്കാൻ പറ്റും. അത് 10 വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ സ്വർണത്തിന്റെ വില ചിലപ്പോൾ ഒരു 2 ലക്ഷം രൂപ എത്തിയേക്കാം, അല്ലെങ്കിൽ 3 ലക്ഷം രൂപ എത്തിയേക്കാം. ഇൻഫ്ലേഷൻ കളഞ്ഞാൽ പോലും വലിയൊരു സേഫ്റ്റി നെറ്റാണ്, വലിയ രീതിയിലൊരു സാമ്പത്തിക ഭദ്രതയാണ് കുടുംബത്തിന് ഉണ്ടാകാൻ പോകുന്നത്. അത് കളഞ്ഞിട്ടാണ് ഈ സിമ്പിൾ കല്യാണം, നോ ഗോൾഡ് കല്യാണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും ആഡംബരവും ഇത്രയും അഹങ്കാരവും കാണിച്ച് സിംപ്ലിസിറ്റി എന്നുള്ള പേരിൽ ഈ വിവരക്കേട് കാണിക്കുന്നത്. ഈ പൈസ എല്ലാം കൂടെ ഒരു 30 സെക്കൻഡ് റീൽ ഇടാൻ വേണ്ടി അടിച്ചു പൊളിച്ച് ആർക്കും ഇല്ലാതെ കളഞ്ഞിട്ട് നാളെ ഒരു അത്യാവശ്യം വരുമ്പോൾ രണ്ടുപേരും കൂടെ കടവും കടക്കണിയായിട്ട് മേലോട്ട് നോക്കിയിരിക്കും. ഇപ്പൊ ചില ആളുകൾ പറയും അങ്ങനെ ഒരു പൈസ ചെലവാക്കുന്നുണ്ട്, കുറെ പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുന്നില്ല, കുറെ ആളുകളുടെ ഇടയിലേക്ക് പൈസ എത്തുന്നില്ല. അതൊക്കെ ശരി, പക്ഷെ ഉള്ളവൻ കാണിക്കട്ടെ. ഇപ്പൊ കോടികളുടെ സമ്പാദ്യം ഉള്ളവൻ ഒരു 45 ലക്ഷം രൂപ എടുത്ത് കല്യാണം നടത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതേസമയം ഒന്നുമില്ലാത്തവൻ അച്ഛൻ ഗൾഫിൽ കിടന്നുണ്ടാക്കിയ പൈസ, അല്ലെ ആങ്ങളെ ഗൾഫിൽ കിടന്നുണ്ടാക്കിയ പൈസ ഒരു കാര്യമില്ലാതെ നാട്ടുകാരെ ബോധിപ്പിക്കാനും 30 സെക്കൻഡ് റീൽ ഇടാൻ വേണ്ടി അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ ആ കുടുംബം കടവും കടക്കണിയായിട്ട് ജീവിച്ചിട്ടല്ല നാട്ടുകാരെ ഉദ്ധരിക്കേണ്ടത്. ഇതിപ്പോൾ കേൾക്കുമ്പോൾ കുറെ വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും ചൊറിയാൻ സാധ്യതയുണ്ട്. കാരണം ഞാനിത് FB പോസ്റ്റ് ചെയ്തപ്പം ഒരുത്തിന് അതിനകത്ത് വന്നിട്ട് ചൊറി കമന്റ് ഇട്ടു. അപ്പോൾ പ്രൊഫൈലിൽ എടുത്ത് നോക്കി പറയാം വെഡിങ് വീഡിയോഗ്രാഫറാണ്. നിങ്ങൾ ജീവിച്ചോ, പക്ഷേ ഇല്ലാത്തവനെ മുടിപ്പിച്ചിട്ട് ജീവിക്കുന്ന അതൊട്ടും ന്യായമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഒരു കുടുംബം നശിച്ചിട്ട് നാട്ടുകാരിലേക്ക് പൈസ എത്തണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ സ്വാർത്ഥത എന്ന് പറയും. ഉള്ളവൻ ചെലവാക്കട്ടെ, ഉള്ളവന്റെ പൈസ ചെലവാക്കിയാൽ നാട്ടുകാരിലേക്ക് എത്തട്ടെ. ഇല്ലാത്തവൻ ലോൺ എടുത്തിട്ടല്ല, കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത കളഞ്ഞിട്ട് കടക്കണിയിൽ ചെന്ന് ആത്മഹത്യ ചെയ്യേണ്ട അവസരം ഉണ്ടാക്കിയിട്ടല്ല ഇത് നാട്ടുകാരിലേക്ക് എത്തിക്കേണ്ടത്. അതേസമയം അത് വെച്ച് ഗോൾഡെങ്കിലും വാങ്ങിച്ച് നാളെ ഈ കടക്കണി വരുമ്പോൾ ഇനി ഒരു അത്യാവശ്യത്തിന് ആ ഗോൾഡ് വിറ്റ് ആ പൈസ കൊണ്ട് തിരിച്ച് ഈ കടവെങ്കിലും വീട്ടെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഇനി ഇവരുടെ മാരീഡ് ലൈഫിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? പേരിന് നോ ഗോൾഡ് വെഡിങ് സിമ്പിൾ കല്യാണം എന്നൊക്കെ പറഞ്ഞ് നടത്തിയിട്ട് പൈസ ആർക്കും ഒരു പ്രയോജനമില്ല. ഡിജിറ്റൽ കണ്ടന്റിന് വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് വിട്ട് അടുത്ത ആഴ്ച മുതൽ തലയിലേക്ക് ഈ ലോണിന്റെയും EMI കടബാധ്യതയുടെ ഒക്കെ പ്രഷർ കയറും. അപ്പൊ എങ്ങനെയെങ്കിലും എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും എക്സ്ട്രാ ടൈം ചെയ്തിട്ടാണെങ്കിലും ഈ കടബാധ്യത വീട്ടുക എന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കുമ്പോൾ അതിനിടയിൽ എവിടെയാണ് പരസ്പരം സ്നേഹിക്കാനും പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ സമയം കിട്ടുന്നത്? അവൾ അവിടെ ജോലിക്ക് പോകുന്നു, ഇവൻ ഇവിടെ ജോലിക്ക് പോകുന്നു, അവൾ എക്സ്ട്രാ ടൈം ചെയ്യുന്നു, ഇവൻ ഗൾഫിൽ പോകുന്നു. അവസാനം എന്തിനാണ് കല്യാണം കഴിച്ചെന്ന് ആലോചിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്ര സ്നേഹിച്ച് കല്യാണം കഴിച്ചു വരാന്ന് പറഞ്ഞാലും വീട്ടിൽ വരുമ്പോൾ ഈ കടബാധ്യതയുടെയും കൊടുക്കാൻ ആളുകൾക്ക് കൊടുക്കാനുള്ള പൈസയുടെയും കണക്ക് തലയിലേക്ക് കയറുമ്പോൾ ഒരിക്കലും സ്നേഹിക്കാനോ ചിരിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഇന്റിമേസി കീപ്പ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. കടബാധ്യത എങ്ങനെ തീർക്കുമെന്നുള്ള ഡിസ്കഷനാണ്. അപ്പോഴേക്കും രണ്ടുപേർക്കും പരസ്പരം ദേഷ്യമാവും, അസ്വസ്ഥതകൾ തുടങ്ങും. ഈ കല്യാണം കാരണമാണല്ലോ ഞാൻ ഇത്രയും കടബാധയിൽ എത്തിപ്പെട്ടെ എന്നുള്ള ചിന്ത വരും. കല്യാണത്തിനോട് തന്നെ വെറുപ്പാവും. ആ വെറുപ്പ് പിന്നെ പരസ്പരം ദേഷ്യമായിട്ട് മാറും. കുറച്ചു കാലം കഴിയുമ്പോൾ ഡിവോഴ്സ് ആയെന്നുള്ള വാർത്തയും കേൾക്കും. ഇപ്പൊ നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ മുസ്ലിം മാട്രിമോണിയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എന്തോരം നിക്കാഹ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പ്രൊഫൈൽസ് ആണ് കിടക്കുന്നതെന്ന് അറിയോ? 6 മാസം കഴിഞ്ഞ് ഡിവോഴ്സ്, 1 വർഷം കഴിഞ്ഞ് ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന ഇഷ്ടം പോലെ പ്രൊഫൈൽസ്. അപ്പോൾ അതിനെപ്പറ്റി മുസ്ലിം മാട്രിമോണിയിൽ നിക്കാഹ് ഡിവോഴ്സ് പ്രൊഫൈലുകൾ പെരുകുന്നു എന്ന് പറഞ്ഞ ഒരു വീഡിയോ തന്നെ ചെയ്തതാണ്. ഇനി ഇതിന്റെ ഒരു ഗുഡ് സൈഡും കൂടെ പറയാം. നോ ഗോൾഡ് വെഡിങ് എന്ന് പറയുന്ന ഒരു നല്ല ആശയമാണ്. പക്ഷെ എപ്പോഴാണ് അത് കറക്റ്റ് ആയിട്ടുള്ള രീതി ചെയ്താൽ? രണ്ടുപേരും ജോലിയുള്ളവരാണ്, കുടുംബ സ്വത്തൊന്നുമില്ല, പക്ഷേ രണ്ടുപേർക്കും ഒരുപോലെ കുടുംബത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവർ മറ്റ് അനാവശ്യ ചെലവുകളൊന്നുമില്ല. അതൊരു 2 ലക്ഷം രൂപയ്ക്കോ 3 ലക്ഷം രൂപയ്ക്കോ വളരെ സിമ്പിളായിട്ട് കല്യാണം നടത്തി ഒരു നോ ഗോൾഡ് വെഡിങ് നടത്തുന്നു. അങ്ങനെയുള്ള ആളുകൾ ഒരു നോ ഗോൾഡ് വെഡിങ് നടത്തുകയാണെങ്കിൽ അതിന് യഥാർത്ഥമായിട്ടൊരു അർത്ഥവും മൂല്യമുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. അല്ലാതെ 45 ലക്ഷം രൂപ ഡിജിറ്റൽ ഷോ ഓഫിന് ചെലവഴിച്ചിട്ട് നോ ഗോൾഡ് വെഡിങ് ആണ്, ഞങ്ങൾ സിംപ്ലിസിറ്റി ആണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? പിന്നെ ഞാൻ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു റിയാലിറ്റിയും കൂടെ പറഞ്ഞുതരാം. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ഡിജിറ്റൽ ക്രിയേറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു മായിക ലോകമാണെന്ന് മനസ്സിലാക്കുക. അവരുടെ ലൈഫിന്റെ നല്ല വശങ്ങൾ മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് കിട്ടും, ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ എന്നെ ശ്രദ്ധിക്കും, എനിക്ക് എങ്ങനെ ലൈവായിട്ട് നിൽക്കാൻ സാധിക്കും, ഇതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ റീച്ചിനും കോണ്ടന്റിനും വേണ്ടി മാത്രം അവർ പല കാര്യങ്ങളും കാണിക്കും. അതൊക്കെ റിയൽ ആണെന്ന് വിചാരിച്ച്
അതിനെ കണ്ണും പൂട്ടി ഫോളോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആന വാതുറക്കുന്നത് കൊണ്ട് അണ്ണാൻ വാതുറന്ന അവസ്ഥയാണ്. ഓൾറെഡി കല്യാണത്തിന് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന പൈസയായിരിക്കും ഇങ്ങനെയുള്ള ഡിജിറ്റൽ ഷോ ഓഫിനും കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കുന്നത്. എന്നിട്ട് റീച്ചിന് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ നോ ഗോൾഡ് വെഡിങ് ആണെന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് അവർക്ക് അവരുടെ ഫാമിലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗോൾഡൊക്കെ പാക്ക് ചെയ്ത് ബോക്സിലാക്കി കൊടുത്തിട്ടാണ് നമ്മൾ അറിയുന്നുണ്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് വേറൊരു പെൺകുട്ടി പറയുകയാണ് എനിക്കും ഇതുപോലെ ഗോൾഡൊന്നും വേണ്ട, അതിന് പകരം ഇങ്ങനെ ഡിജിറ്റൽ ഷോ ഓഫ് നടത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ ഫാമിലിയോ ആ കുട്ടിയുടെ ഒരു സേഫ് ആയിട്ടുള്ള ഭാവിക്ക് വേണ്ടി ഗോൾഡ് വാങ്ങിക്കാൻ വെച്ചിരിക്കുന്ന പൈസ എടുത്ത് ഡിജിറ്റൽ ഷോ ഓഫ് നടത്തി കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർ ചിലപ്പോൾ അവർക്ക് പൈസ ഉണ്ട്, അവർ കല്യാണം ആഡംബരമായിട്ട് നടത്തി അതിന് അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗോൾഡ് അവർക്ക് കിട്ടി കാണും. പക്ഷേ ഈ കുട്ടിക്ക് ഇവിടെ ഒരു സമ്പാദ്യം ഇല്ലാതെ മൊത്തത്തിൽ 3G ആയിട്ടുള്ള അവസ്ഥയാവും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ സ്വയം നോക്കുക, അതിന് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് നോക്കുക, അല്ല ഒരാളെ കണ്ണു അടച്ച് ഫോളോ ചെയ്യാതിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ 40 ലക്ഷം 50 ലക്ഷം രൂപയല്ല 1 കോടി രൂപ മുടക്കി കല്യാണം നടത്തിയാലും ആ ട്രെൻഡ് മാക്സിമം ഒരാഴ്ച നിൽക്കും. ഒരാഴ്ച കഴിയുമ്പോൾ ആളുകൾ അടുത്ത ടോപ്പിക്കിന്റെ പുറകെ പോകും. വെറുതെ എന്തിനാണ് അതിനുവേണ്ടി ഇത്രയും പൈസ ചെലവഴിച്ച് വേസ്റ്റ് ആക്കുന്നത്. പിന്നെ ഞാനിനി എത്രയൊക്കെ പറഞ്ഞാലും ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെയൊക്കെ നടത്താൻ ചിന്തിച്ചിരിക്കുന്ന ആളുകൾ ആ വഴിക്ക് തന്നെ പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ഡിജിറ്റൽ അറ്റൻഷൻ കിട്ടി ശീലിച്ചവർക്ക് അതില്ല വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടാൽ തന്നെ ഇവർ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ചെയ്തത് രക്ഷിതാക്കളെങ്കിലും ഇതെങ്കിലും കാണട്ടെ, അവരെങ്കിലും മാറി ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവരുടെ ഭാഗത്ത് നിന്നെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതൊക്കെ പറയുമ്പോൾ പല ആളുകളും ജെൻസി ലുക്കും തന്ത വൈബെന്ന് ചിലവ് പറഞ്ഞേക്കാം. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. നാട്ടുകാരെ ബോധിപ്പിക്കുക അല്ലെ നാട്ടുകാരെ ഇംപ്രസ് ചെയ്യുക എന്നതിലുപരി ഞാൻ എന്റെ ലൈഫിലെ ബെറ്റർ പ്രാക്ടിക്കാലിറ്റിക്കും ബെറ്റർ ലൈഫ് സ്റ്റൈലിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ ഈ നാട്ടുകാരെയൊക്കെ ബോധിപ്പിക്കാനും അവരുടെ അറ്റൻഷൻ കിട്ടാനും ഞാൻ ഇത്രയും പൈസ ചെലവഴിച്ച് ഭാവിയിൽ ഞാനിങ്ങനെ നടത്തുകയാണെങ്കിൽ നാളെ എനിക്ക് EMI വരുമ്പോഴോ എനിക്ക് കടബാധ്യത വരുമ്പോഴോ ലോൺ റീപേയ്മെന്റ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോഴോ ഇവരാരും എനിക്ക് 5 പൈസ കൊണ്ട് തരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇവരാരും അപ്പം എൻ്റെ കൂടെ വന്ന് നിൽക്കാൻ പോകുന്നില്ല. ഞാൻ തന്നെ വേണം ആ ലോൺ EMI ഒക്കെ അടയ്ക്കാൻ. നീ നന്നായിട്ട് ഞങ്ങളെയൊക്കെ വിളിച്ച് സൽക്കരിച്ച് കല്യാണം നടത്തിയല്ലേ, നിന്റെ ലോണിന്റെ പകുതി ഞാൻ അടച്ചോളാന്ന് പറഞ്ഞാൽ ആരും വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നീ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി 10 റീൽസ് ഇട്ടല്ലേ, നിന്റെ EMIയുടെ 2 മാസം ഞാൻ അടച്ചോളാന്ന് പറഞ്ഞു ആരും വരില്ല. അപ്പൊ എനിക്ക് വേണ്ടി അങ്ങനെ ആരും വന്ന് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എന്റെ കാര്യം ഞാൻ തന്നെ നോക്കണം. ഈ കല്യാണം എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, രണ്ടുപേര് പരസ്പരം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടായിട്ട് താങ്ങും തണലുമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് കല്യാണം എന്ന് പറയുന്നത്. അല്ലാതെ 2 ദിവസം ഗ്രാൻഡായിട്ട് പരിപാടി നടത്തി നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിച്ച് കടക്കിണി വാങ്ങിച്ച് തലയിൽ വെക്കുക എന്നുള്ളതല്ല. അത് ആദ്യം മനസ്സിലാക്കുക. കല്യാണം എന്ന് പറയുന്നത് അറ്റൻഷൻ ഗ്രാബിങ്ങും ഒരു ലോൺ റീപേയ്മെന്റ് പ്രോഗ്രാമുമായിട്ട് മാറരുത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഇൻട്രസ്റ്റിംഗ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ. I'll see you in my next video. I'm Adil Hussain signing off.